നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുകയാണ്, വല്ല അസുഖമുണ്ടോ, മാനസികം വല്ലതും ഉണ്ടോ? ഇല്ല. തൊള്ളയൊന്നും മണത്ത് നോക്കിയിരുന്നുണ്ട്? ഇല്ല. കള്ളുടിച്ചിട്ടൊന്നുമില്ല. അവസാനം ശിക്ഷ നടപ്പാക്കുകയാണ്. അത് നിങ്ങൾ കേട്ട കഥയാണ്. ഇതിലുള്ള വിഷയം എന്തറിയോ? ഇങ്ങനെ ശിക്ഷ നടപ്പാക്കിയപ്പോ റസൂലുള്ളാഹി ചോദിച്ചോ, അല്ല ആ പെണ്ണാരാ, ആ പെണ്ണാരാ എന്ന് ചോദിച്ചോ? ഇല്ല. അതാ നമ്മളെ സംസ്കാരം, അതാകണം നമ്മളെ സംസ്കാരം. ആരാ, എന്താ, എങ്ങനെയാ, എവിടെയാ, എപ്പോഴാ എന്ന് പറഞ്ഞ് അങ്ങനെ 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 പിന്നാലെ പോണ്ട. ഗാമിദി ഗോത്രക്കാരിയായ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഇതേപോലെ എന്നെ ശുദ്ധീകരിക്കണം. 3 മാസം കഴിഞ്ഞ് വാന്ന് പറഞ്ഞു. വന്നപ്പോ ലേശം പള്ള വീർത്തിട്ടുണ്ട്, പ്രസവിച്ചിട്ട് വാന്ന് പറഞ്ഞു. കൈക്കുഞ്ഞിനെയുമായിട്ട് വന്നു, മുലയൂട്ടിയിട്ട് വാന്ന് പറഞ്ഞു. അവള് വേഗം മുലയൂട്ടൽ പൂർത്തിയാക്കിയിട്ട് കുട്ടിയുടെ തൊള്ളയിൽ ഒരു ബ്രെഡിന്റെ കഷ്ണം വെച്ചിട്ട് വന്നു. അപ്പോഴാ ശിക്ഷ നടപ്പാക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചോ, അല്ല ഈ കുട്ടിന്റെ വാപ്പാരാണ്? ഇല്ല. ആ സംസ്കാരമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ട് ദയവായി മറ്റുള്ളവരുടെ പിറകെ, മറ്റുള്ളവരുടെ പോരായ്മകളുടെ, തെറ്റുകളുടെ, കുറ്റങ്ങളുടെ, അബദ്ധങ്ങളുടെ, അപാകതകളുടെ പിറകെ നടന്ന് നമ്മൾ മണ്ടന്മാരാകണ്ട, മണ്ടത്തികളാകണ്ട. മനസ്സിലായില്ലേ? എന്തൊരു കാര്യം കേട്ടാലും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട. ശരിയാണോ, നേരാണോ എന്ന് ചോദിക്കണ്ട, നമ്മളൊന്നും പറയണ്ട. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ജീവിതത്തെ പറ്റി, ആയിഷ റളിയല്ലാഹു അൻഹായും സഫ്വാൻ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ബന്ധമുണ്ട്, പ്രേമമുണ്ട് എന്നതിനെ പറ്റിയുള്ള സംസാരം കേട്ടപ്പോ അതിനെക്കുറിച്ച് എന്തൊക്കെയോ ആളുകൾ പറഞ്ഞു. നിങ്ങൾ സൂറത്തുൻ നൂർ വായിച്ചു നോക്കിയിട്ടുണ്ടാവും, ഇല്ലേ? എന്താ പറയേണ്ടത്? സുബ്ഹാനക ഹദാ ബുഹ്താനുൻ അദീം. ഇല്ല, ഇതൊരു വമ്പിച്ച അപവാദമാണ്, കെട്ടുകഥയാണ്, ഞങ്ങൾക്കിതൊന്നും പറയാൻ അവകാശമില്ല. അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് മുഅ്മിനുകളായ ആണുങ്ങളും പെണ്ണുങ്ങളും ഇതിനെപ്പറ്റി ഖൈർ വിചാരിച്ചില്ല? എന്തുകൊണ്ട് നമുക്കിത് പറയാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ല? എന്തുകൊണ്ട് ഇതൊരു കെട്ടുകഥയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്നാണ് നമ്മളോട് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് അമ്മാതിരി കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. പിന്നെന്താ നമ്മൾ അറിയേണ്ട കാര്യം? നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം എന്താണ്? ഇസ്രായേൽ മക്കളോട് അള്ളാഹു പറഞ്ഞു ഒരു പശുവിനറക്കാൻ. അപ്പോൾ കറക്കാൻ മടി. അപ്പൊ പിന്നെ തുരുതുരാ ചോദ്യങ്ങള്. സക്കാത്തിന്റെ വിഷയം ചർച്ചക്ക് വന്ന 1000 ചോദ്യ. അത് മിക്കവാറും പലരും സക്കാത്ത് കൊടുക്കാതെക്കാനാ ചോദിക്കണത്. എല്ലാരും അല്ലേ? എന്നാൽ ഇസ്രായേൽ മക്കളോട് പടച്ച തമ്പുരാൻ എന്ത് പറഞ്ഞു? ഒരു പശുവിനെ അറക്കാൻ. വേഗം പോയിട്ട് ഒരു പശുവിനെ അറുത്ത പ്രശ്നം കഴിഞ്ഞു. പക്ഷേ ഓർക്ക് പശുവിനെ അറക്കാൻ മടി. എന്താ കാരണം? പണ്ട് പശുക്കുട്ടിനെ ആരാധിച്ചതാ. ആ ഭക്തി, പശുഭക്തി മനസ്സിന്ന് പോയിട്ടില്ല. അതിനാ പടച്ചോ ഇത് ചെയ്തതും. അതുകൊണ്ടാ അവര് ചെയ്യാഞ്ഞതും. അവസാനം എന്ത് പശുവാ, എങ്ങനത്തെ പശുവാ, എന്താ നിറം, അങ്ങനെയൊക്കെ ചോദിച്ചു വന്നപ്പോ എന്താണെന്നറിയോ? ആ 10-70 ലക്ഷം മനുഷ്യന്മാരുള്ളതില് ഒരൊറ്റ വീട്ടിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു പശു ഉള്ളത്. ആ പശുവിന് വില ചോദിച്ചപ്പോ എന്താ പറഞ്ഞറിയോ? ആ പശുവിനെ അറുത്തിട്ട് തോല് പൊളിച്ചിട്ട് ആ തോല് നിറയെ സ്വർണം തരണം, എന്നാലേ തരുള്ളൂ. കാൽക്കാശിന് വിലയുള്ള പശുവിനെ കിട്ടാൻ വേണ്ടി അവരിതൊക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന കാര്യം എന്താ അറിയോ? നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിക്കാനിടയായത് ബികസ്റത്തി സുആലിഹിം, ചോദ്യങ്ങൾ അധികരിച്ചതാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതാകില്ല ഗൗരവമുള്ള ചോദ്യം, ആഴത്തിലുള്ള ചോദ്യം, കഴമ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. വെറുതെ എന്തെങ്കിലും ചോദിക്കണ്ട. കുറെ കാര്യങ്ങൾ വിടുക. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കണം. ഒരു സഹാബി വലിയ കൊടുന്തണുപ്പുള്ള ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ജനാബത്തുണ്ടായി. അദ്ദേഹത്തിന് ചില അസുഖങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം കുളിക്കേണ്ട ആവശ്യമില്ല, തയമ്മും ചെയ്താൽ മതി. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു, അവരൊക്കെ പാടോ അവനെ കൊന്നു. ഇത് ശരിക്കും പറഞ്ഞു കൊടുക്കാത്ത മനുഷ്യന്മാരെ അവനെ കൊന്നതാണ്. അലാ സഅലു
അവർക്ക് ചോദിച്ചുകൂടായിരുന്നോ? അവർക്കൊന്ന് ചോദിച്ചു പഠിച്ചുകൂടായിരുന്നോ? ഇന്നമാ ശിഫാഉൽ അസ്സുആൽ, അറിവില്ലായ്മയുടെ മരുന്ന് ചോദ്യമാണ്. അറിവില്ലായ്മയുടെ മരുന്ന് ചോദ്യമാണ്. അതുകൊണ്ട് ജനങ്ങളെ, നമ്മൾ ദീൻ ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കണം. അതിനാണ് ബുദ്ധി. അപ്പോൾ ഒരു പുതിയ കാര്യം എന്ന നിലക്ക് 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ്, 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹു ഇറക്കിയ ഒരായത്ത്, മൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ, നമ്മളുടെ കാതിൽപ്പെടാതെ, നമ്മളുടെ കണ്ണിൽപ്പെടാതെ എവിടെയെങ്കിലും കിടന്നത് ഒരു വിവരമുള്ള പണ്ഡിതൻ നമ്മളുടെ മുന്നിൽ എത്തിച്ചാൽ അൽഹംദുലില്ലാ, അദ്ദേഹം അതിപ്പോഴെങ്കിലും നമുക്ക് പറഞ്ഞു തന്നല്ലോ, അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് കൂലി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഏതൊരു പുതിയ വിവരം എപ്പോൾ കിട്ടിയാലും ശരി, അത് നമ്മുടെ സ്വത്താണ്, നമ്മുടെ സ്വത്താണ്. അതിനാകണം നമ്മുടെ ബുദ്ധി. അല്ലാതെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് KM മൗലവി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവുമ്പോൾ ഉണ്ടെങ്കിൽ അത് പരപ്പൂര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നല്ല പറയേണ്ടത്. റസൂലുള്ള പറഞ്ഞു തന്നെ പിന്നെ വേറെ ആരാ പറയേണ്ടത് മക്കളെ? അല്ല പറഞ്ഞു തന്നെ പിന്നെ വേറെ ആരാ പറയേണ്ടത്? അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണെന്ന് ഉറപ്പുള്ളൊരു വിഷയം ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്, റസൂലുള്ള പഠിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹും അവന്റെ റസൂലും സഹാബത്തും പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്ന് കൊളമാക്കരുത്. ബുദ്ധി കൊണ്ട് വളർത്തണം. ബുദ്ധി എന്തിനുള്ളതാണ്? മതത്തെ വളർത്താനുള്ളതാണ്. ബുദ്ധിപരമായി നമ്മൾ മതത്തെ മനസ്സിലാക്കണം. ബുദ്ധിപരമായി മതപ്രവർത്തനം നടത്തണം. ബുദ്ധിപരമായി കോളേജും പള്ളിയും മദ്രസയും വീടും കൊണ്ട് നടക്കണം. ബുദ്ധിപരമായി നമ്മൾ മതത്തെ നശിപ്പിക്കരുത്. നോക്കൂ നിങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ മതം പൊളിയന്മാരാരാ? ബുദ്ധിജീവികളാണ്, നിരീശ്വര നിർമ്മതവാദികളാണ്. അവർ ഒരു ദിവസം കൊണ്ട് നിരീശ്വരവാദിയായതല്ല, നിർമ്മതവാദിയായതല്ല. പിന്നെ ആന്റി മനസ്ഥിതിക്കാരുണ്ട് എല്ലാത്തിലും. എന്ത് കേട്ടാലും അതിനെതിരായിട്ട് ചിന്തിക്കാം. നല്ല ബുദ്ധിയാട്ടോ, നല്ല ചോദ്യം, നല്ല കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ ആൾക്കാർ പറയും, നല്ല ബുദ്ധിയാട്ടോ. ഇങ്ങനെ ചോദിച്ച് എല്ലായിടത്തും ഷൈൻ ചെയ്യും. പിന്നെന്താണെന്നറിയോ? ഷൈൻ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ചോദ്യം ചോദിക്കണം, എതിരായ ചോദ്യം ചോദിക്കണം, എതിർക്കുന്ന ചോദ്യം ചോദിക്കണം, വിമർശിക്കുന്ന ചോദ്യം ചോദിക്കണം. അങ്ങനെ അവന്റെ മനസ്സിൽ ഇബ്ലീസ് ഇങ്ങനെ ഇട്ടുകൊടുക്കും, ചോദിക്കടാ. അള്ളാഹുവാണ് ഈ പ്രപഞ്ചം പടച്ചത്. അപ്പോ നല്ലൊരാൾ ചോദിക്കണം, അപ്പൊ അള്ളാനെ പടച്ചതാരാ? ഹൈ, എന്തൊരു ബുദ്ധി അല്ലേ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ആള് വരുമെന്ന്. പടച്ചവന് പടച്ചോൻ ആവശ്യമുണ്ടോ? ഇല്ല. പടപ്പിനാണ് പടച്ചോൻ ആവശ്യമുള്ളത്. ആ ജാതി കോമൺ സെൻസ് പോലും ഇല്ലാത്ത പൊട്ടനല്ലേ അത്? അല്ലേ? പടപ്പിനാണ് പടച്ചോൻ ആവശ്യമുള്ളത്. പടച്ചോൻ എന്തിനാ പിന്നെ പടച്ചോനെ ആവശ്യം? കലാക്കതിർ എന്ന് വരുമ്പോ ആയിരക്കണക്കിന് ചോദ്യങ്ങള്. എന്നാ അള്ളൊക്കെ തീരുമാനിച്ചാണ് പിന്നെ എന്തിനാ നമ്മൾ അമൽ ചെയ്യുന്നത്? എന്നാ അള്ളാഹ് നമ്മൾ തിന്നാനും തീരുമാനിച്ചിട്ടില്ലേ? തൊള്ളയും പൊളിച്ച് തിന്നളി. ഒന്നും തിന്നണ്ട, ഒന്നും ഉണ്ടാക്കണ്ട, വെച്ചുണ്ടാക്കണ്ട, സാധനങ്ങൾ വാങ്ങണ്ട, കച്ചവടം ചെയ്യണ്ട, കൃഷി ചെയ്യണ്ട, ഇല്ലേ? അതിലൊന്നും പറ്റൂല. മതത്തിന്റെ കാര്യത്തിൽ മാത്രം ഇതിലേ. അങ്ങനെ കുരുട്ടു ബുദ്ധിയാകരുത്. ബുദ്ധി നമുക്ക് വളരാനാകണം, നമുക്ക് സ്വർഗം കിട്ടാനാകണം. ഫബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്ക്. അല്ലദീന യസ്തമിഊനൽ ഖൗല, അവർ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കും. ഫയത്തബിഊന അഹ്സനഹു, എന്നിട്ട് ഏറ്റവും നല്ലത് പിൻപറ്റും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാകുന്നു അല്ലാഹു ഹിദായത്ത് കൊടുക്കുക. ഉലൈക ഹുമുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവന്മാർ. ആരാ ബുദ്ധിയുള്ളവന്മാർ? ആരാണ് ബുദ്ധിയുള്ളവന്മാർ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകളുടെ മാറ്റത്തിൽ തീർച്ചയായും ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. രാവും പകലും അതാ മാറി മാറി വരുന്നു. യുഖദ്ദിറുൽ ലൈല വൻ നഹാർ, രാപ്പകലുകളെ അല്ലാഹു കണക്കാക്കുന്നു. യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി, രാത്രിയെ പകലിലേക്ക് സന്നിവേശിപ്പിക്കുന്നു, പ്രവേശിപ്പിക്കുന്നു. പകലിനെ രാത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ പടച്ചതമ്പുരാൻ ഒരുപാട് രാപ്പകലുകളെ മാറ്റി മാറ്റിക്കൊണ്ടുവരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ, മാസപ്പിറവി, പിറവി ചന്ദ്രൻ, പിന്നെ അങ്ങനെ വണ്ണം കൂടി കൂടി വന്നു, പിന്നെ വണ്ണം കുറഞ്ഞു വരുന്നു, പിന്നെ കാണാതാകുന്നു. എന്തോ ഒരു മാറ്റങ്ങൾ ഇല്ലേ? ഇതൊക്കെ കണ്ടു നിൽക്കുന്ന മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് എന്താ പറയുന്നത്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ബുദ്ധിയുള്ളവൻ ആരാ? നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർ. നിരീശ്വരവാദികളാണോ? നിർമ്മതവാദികളാണോ? ബുദ്ധിജീവികളാണോ? ബുദ്ധിജീവികൾ നിസ്കരിക്കൂല പലരും.
ബുദ്ധിജീവികൾ സക്കാത്ത് കൊടുക്കൂല, നോമ്പ് കൊടുക്കൂല. അവർ ബുദ്ധിപരമായ കാര്യങ്ങൾ പറയും. പക്ഷേ മതത്തിന്റെ അതിര്